നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. പൂരം പകിട്ടോടെ തന്നെ. പൂരപ്രേമികളുടെ കാത്തിരിപ്പിന് ശുഭാന്ത്യം. തൃശൂർ പൂരത്തിന് പരമ്പരാഗത രീതിയിൽ വെടിക്കെട്ട് നടത്താൻ കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗത്തിന്റെ അനുമതി. ഉപാധികളോടെയുള്ള നടപടി ഡൈനാമൈറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട്. ഗുണ്ട്, അമിട്ട്, കുഴിമിന്നൽ, ഓലപ്പടക്കം എന്നിവ നിയന്ത്രണങ്ങളോടെ ഉപയോഗിക്കാം. കുഴിമിന്നൽ 4 ഇഞ്ചും അമിട്ട് 6 ഇഞ്ചും വ്യാസത്തിലാകണമെന്നും നിർദ്ദേശം. അതേസമയം ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉദ്യോഗസ്ഥതല സംഘം നാളെ തൃശൂരിൽ. സെന്നിനെ തണുപ്പിച്ച് സർക്കാർ. പോലീസ് മേധാവിയായുള്ള സെൻകുമാറിന്റെ പുനർനിയമനത്തിൽ തീരുമാനം മറ്റന്നാൾ. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഇതു സംബന്ധിച്ച് നടപടിയുണ്ടാകുമെന്ന വിശദീകരണം. സർക്കാർ തീരുമാനം പുറത്തുവരും വരെ കാത്തിരിക്കാമെന്ന് സെൻകുമാർ. അനുരഞ്ജന നീക്കത്തിനിടെ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരുന്ന കോടതിയലക്ഷ്യ ഹർജി ശ്രദ്ധയിൽപ്പെടുത്താതെ സെൻകുമാറിന്റെ അഭിഭാഷകൻ. നടപടിക്ക് പിന്നിൽ ഉടൻ നിയമനം നൽകാമെന്ന് ഉറപ്പു ലഭിച്ച സാഹചര്യത്തിലെന്ന് സൂചന. സംസ്ഥാന പോലീസ് മേധാവിയായി പുനർനിയമനം നൽകണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ സെൻകുമാർ കോടതിയലക്ഷ്യ ഹർജി നൽകിയത് ശനിയാഴ്ച. DGP സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകിയ നളിനിയേറ്റോ ഉത്തരവ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. കൊമ്പുകോർത്ത് കാനം. പാപ്പാത്തിശോലയിലെ കുരിശ് പൊളിക്കലിൽ മുഖ്യമന്ത്രിക്ക് CPIയുടെ മറുപടി. റവന്യൂ വകുപ്പ് പൊളിച്ചത് കള്ളന്റെ കുരിശെന്ന് കാനം രാജേന്ദ്രൻ. ത്യാഗത്തിന്റെ കുരിശായി ഇതിനെ ആരും വ്യാഖ്യാനിക്കേണ്ട. സംഭവം നടന്ന ദിവസം 6 മണിവരെ ഇതിനെ ആരും ന്യായീകരിച്ചില്ലെന്നും കാനം. പാപ്പാത്തിശോലയിൽ കുരിശ് പൊളിച്ച സംഭവത്തിൽ ഗൂഢാലോചനയില്ലെന്ന റവന്യൂ മന്ത്രി. ദുരൂഹത ഉണ്ടെങ്കിൽ അക്കാര്യം തെളിയിക്കട്ടെ എന്നും മുഖ്യമന്ത്രിക്ക് E. ചന്ദ്രശേഖരന്റെ വെല്ലുവിളി. അതേസമയം മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന നിലപാട് അനുവദിക്കില്ലെന്ന് മന്ത്രി MM മണി. ശത്രുപക്ഷത്ത് നിൽക്കുന്ന നിലപാടിൽ നിന്ന് CPI പിന്മാറണമെന്നും വൈദ്യുതി മന്ത്രി. അതിർത്തിയിൽ പാക് ക്രൂരത. ജമ്മു കശ്മീരിൽ വീണ്ടും പാക് പ്രകോപനം. പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ 2 സൈനികർക്ക് വീരമൃത്യു. 1 സൈനികന് ഗുരുതര പരിക്ക്. കൊല്ലപ്പെട്ട ജവാന്മാരുടെ മൃതദേഹം വികൃതമാക്കിയും പാകിസ്ഥാന്റെ ക്രൂരത. അതേസമയം പാക് നടപടിക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യ. തിരിച്ചടി ഉണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. കഴിഞ്ഞ 1 മാസത്തിനിടെ അതിർത്തിയിൽ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ഇത് 8ാം തവണ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ. വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.